സൂറത്ത് മറിയമിലെ 37-ാമത്തെ വചനമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا കഴിഞ്ഞ ആയത്തുകളിൽ മറിയം ബീവിയുടെ ഗർഭവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അവർ ഗർഭിണിയായി പ്രസവവേദനയുണ്ടായി. ഈത്തപ്പന മരത്തിന് താഴേക്ക് അവർ അഭയം തേടി ചെന്നു. അല്ലാഹു തആല അവർക്ക് അത്ഭുതകരമായി കുടിക്കാൻ വെള്ളവും അതേപോലെ ഈത്തപ്പഴവും ആ മരത്തിൽ അല്ലാഹു തആല ഒരുക്കി കൊടുത്തു. അങ്ങനെ സന്തോഷിക്കാനും വിഷമിക്കാതിരിക്കാനും അല്ലാഹു തആല സന്ദേശം നൽകുകയും നീ ഒരു നേതാവാകുന്ന കുട്ടിയെയാണ് നിന്റെ വയറ്റിൽ രൂപം കൊള്ളുന്നത് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. മാത്രവുമല്ല അല്ലാഹു തആല പറഞ്ഞു, ആളുകളെ ആക്ഷേപം ഭയക്കുന്നുവെങ്കിൽ നീ അവരോട് പറയുക, ഞാനിന്ന് നോമ്പാണ്. ഇനി നദർതു റഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഞാനിന്ന് റഹ്മാനായ റബ്ബിന് നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു, അതിനാൽ ഒരാളോടും ഞാൻ ഇന്ന് മിണ്ടുകയില്ല എന്ന് നീ ആളോട് പറയുക എന്നും പറഞ്ഞു. കഴിഞ്ഞ മാസം പറഞ്ഞു, അന്നത്തെ ശരീഅത്തിൽ മൗനവ്രതം എന്നത് നിയമമാക്കപ്പെട്ടതായിരുന്നു. നോമ്പെടുത്താൽ സംസാരിക്കാതിരിക്കുക എന്നത് അന്ന് അവർക്ക് അവിടെ നിയമപ്രകാരം നിയമപ്രകാരം നിയമമാക്കപ്പെട്ട ശരീഅത്തിൽ ഉള്ളതായിരുന്നു ആ കാലത്ത് മൗനവ്രതം. അതുകൊണ്ട് നീ നോമ്പാണ്, ഞാനൊന്നും മിണ്ടുകയില്ല എന്ന് പറഞ്ഞേക്കുക എന്ന് അല്ലാഹു തആല അവർക്ക് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലു ഫഅതത് ബിഹി ഫഅതത് അങ്ങനെ അവൾ ചെന്നു, അവൾ വന്നു, ബിഹി ആ കുട്ടിയെയും കൊണ്ട്, ഖൗമഹ അവരുടെ ആളുകളിലേക്ക് ഖൗമിലേക്ക് വന്നു, തഹ്മിലുഹു ആ കുട്ടിയെ വഹിച്ചുകൊണ്ട്, ഹമല യഹ്മിലു വഹിക്കുക ചുമക്കുക എന്നാണ്. ഹമലക്ക് മറ്റർത്ഥമുണ്ട്, ഗർഭം ചുമക്കുക. നേരത്തെ പറഞ്ഞു ഫഹമലത്ത് ബിഹി ഫന്തബത്ത് ബിഹി വക്കാനം ഖസിയ എന്ന് പറഞ്ഞു. ഹമല ഗർഭം ചുമന്നു എന്ന് നമ്മളോട് അർത്ഥം വെച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് ആ പദം പഠിച്ചതുമാണ്. ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലു അവൾ ആ കുട്ടിയെയും ചുമന്നുകൊണ്ട് തൻ്റെ ഖൗമിലേക്ക്, തൻ്റെ ആളുകളിലേക്ക് അവർ ചെന്നു. പള്ളിയിൽ മാറി മറ്റു സ്ഥലത്തേക്ക് താമസമായതാണല്ലോ. അവിടെ നിന്ന് മാറിയിട്ട് മക്കാനം ഖസിയ എന്ന് പറഞ്ഞല്ലോ, ഒരു ദൂരെയുള്ള സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചു. അപ്പൊ അവിടുന്ന് ആയിരിക്കണം ആ വരവ്. കുട്ടിയെയും കൊണ്ട് അവിടുന്ന് അവർ ആളുകളിലേക്ക് വരുന്നു. അപ്പൊ നേരത്തെയുള്ള പ്രയാസം എങ്ങനെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ്.
ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിയുമായി വന്നാൽ ജനങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും, ആളുകൾ എന്താണ് പറയുക, എന്താണ് ആളുകൾ ആക്ഷേപം ഉണ്ടാവുക എന്ന ആശങ്കയാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പം അതിൽ അല്ലാഹു തആല പറഞ്ഞു, നീ നോമ്പാണ് എന്ന് പറഞ്ഞാൽ മതി, ആളുകളൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഏതായിരുന്നാലും ആ കുട്ടിയെയും എടുത്ത് ആളുകൾക്കിടയിലേക്ക് അവർ വരുന്നു. അത്തത് ബിഹി ഖൗമഹ അത്തത്, അത്ത എന്നാണ് അസ്ലി, അത്ത അറിയാലോ, സർഫാക്കുമ്പോൾ അത്തത്, അത്ത അത്തയ അത്തൗ അത്തത്, നാലാമത്തെ രൂപമാണ് അത്തത്, അവൾ വന്നു എന്നർത്ഥം. ഫഅത്തത് ബിഹി, ഫഅത്തത് അങ്ങനെ അവൾ വന്നു, ബിഹി അവനെയും കൊണ്ട്, ആ കുട്ടിയെയും കൊണ്ട്. എങ്ങോട്ട് വന്നു? ഖൗമഹ അവളുടെ ഖൗമിലേക്ക്, അവളുടെ ജനതയിലേക്ക് വന്നു. തഹ്മിലുഹു ആ കുട്ടിയെ വഹിച്ചുകൊണ്ട്, ഹമല യഹ്മിലു തഹ്മിലു, ഹമല വഹിച്ചു, യഹ്മിലു വഹിക്കുന്നു, തഹ്മിലു അവൾ വഹിക്കുന്നു. തഹ്മിലുഹു ആ കുട്ടിയെ അവൾ വഹിച്ചുകൊണ്ട് ആ ജനതയിലേക്ക് അവർ വന്നു. ഖാലു യാ മർയമു ലഖദ് ജിഇതി ശൈഅൻ ഫരിയ്യാ, ഖാലു അവർ പറഞ്ഞു, യാ മർയമു അല്ലയോ മർയമേ, ലഖദ് ജിഇതി ശൈഅൻ ഫരിയ്യാ, ലഖദ് ജിഇതി നീ വന്നിരിക്കുന്നുവല്ലോ, നീ കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ, ശൈഅൻ ഫരിയ്യാ വല്ലാത്തൊരു കാര്യം, ഒരു വലിയ കാര്യമാണല്ലോ നീ ചെയ്തിരിക്കുന്നത്. ശൈഅൻ ഫരിയ്യ, ഫരിയ്യ് എന്നത് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ഷെയ്ഖ് നമുക്കറിയാം കാര്യം, ഫരിയ്യ് അതായത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വമ്പൻ കാര്യങ്ങൾക്ക് സാധാരണ ഷൈഉം ഫരി എന്ന് അവർ ഉപയോഗിക്കാറുണ്ടെന്നാണ്. അറബികൾ അങ്ങനെ ഒരു വലിയ കാര്യം കൊണ്ടുവന്നാൽ അതുതന്നെയും ഇല്ലാത്തുണ്ടാക്കുകയാണെങ്കിൽ അധികം ഉപയോഗിക്കുന്നത്. ഇല്ലാത്ത അല്ലെങ്കിൽ വ്യാജ വാർത്തകളൊക്കെ പറയുമ്പോൾ ഒരു കെട്ടുകഥ, ഒരു വമ്പൻ കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞാൽ ഫരിയ്യ്, ഇഫ്തിറാ ഇതൊക്കെ എന്നാണ് എന്ന് പറയും. അതേപോലെ വ്യഭിചാരത്തിലുള്ള കുട്ടിക്ക് പിന്നെ അൽ വലദുൽ മുഫ്തറ എന്ന് ഉപയോഗിക്കലുണ്ട്. വ്യഭിചാരത്തിലുണ്ടായ സന്താനത്തിന് അൽ വലദുൽ മുഫ്തറ എന്ന് അവർ സാധാരണ പ്രയോഗിക്കാറുണ്ട്. ഖുർആൻ പല സ്ഥലത്ത് ഇതിന് വ്യത്യസ്ത പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിനയിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് കളവുണ്ടാക്കി പറയാം, അതിലും ഇഫ്തിറാ കെട്ടിച്ചമച്ചു, അതുപോലെ തന്നെ അതേ വാക്കാണ് ഇഫ്തിറ, കെട്ടിച്ചമച്ചു. അത് തന്നെ ഏതെങ്കിലും അപൂർവമായതും വിശ്വസിക്കാൻ പ്രയാസമുള്ളതും വ്യാജമായതുമൊക്കെയായ കഥകൾക്ക്, വാർത്തകൾക്ക്, സംഭവങ്ങൾക്കൊക്കെ അവർ ഷൈഉൻ ഫരി എന്ന് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അത്ഭുതം എന്ന അർത്ഥത്തിലും പറയാറുണ്ട് ഫരി, അജീബ് അത്ഭുതകരമായത് എന്ന അർത്ഥത്തിലും ഫരി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഒരു അസംഭവ്യമായ കാര്യത്തിലൊക്കെ, സാധാരണ അത്ഭുതമല്ല, ഒരിക്കലും നടക്കൂല എന്ന് തോന്നുമാറുള്ള കാര്യങ്ങൾക്കൊക്കെ ഫരി എന്ന പദമാണ് അവർ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഏതായാലും മറിയമിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ അത്ഭുതങ്ങളാണ്. ഒന്ന്, അവർ അത്രയും വിശുദ്ധമായ കുടുംബത്തിലെ അംഗമാണ്, ഇത്രയും കാലം വളരെ അധികം ഇബാദത്തിലായി മുഴുകിയവരാണ്. പള്ളിയിൽ തന്നെ വന്ന് കൂടി, പള്ളിയിൽ പ്രത്യേകമായ സ്ഥലം നിശ്ചയിച്ച് അവിടെ വന്ന് അത്രയും ആരാധനാമുറകളിൽ മുഴുകിയ ഒരു സ്ത്രീ കൂടിയാണ് അവർ. അത്ഭുതങ്ങൾ പോലും പ്രകടമായതാണ്. അവർക്ക് ഭക്ഷണം എത്തുന്നു, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയി. കുല്ലമ്മ ദഖല അലൈഹാ സക്കരിയ്യ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ, സക്കരിയ അലൈഹിസ്സലാം മിഹ്റാബിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം അവിടെ ഭക്ഷണം കണ്ടെത്തുന്നു. അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ പോലും ഉണ്ടായതാണ് അവർ. അപ്പൊ അവരൊരിക്കലും ഇങ്ങനെ വ്യഭിചരിക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. ആളുകളെ കണക്കിൽ അവർ വ്യഭിചരിച്ചതാണ്. കാരണം മറ്റ് വഴിയില്ലല്ലോ, അവർക്ക് ഭർത്താവില്ല, ഒന്നുമില്ല. എന്നിട്ടും അവർക്ക് ഒരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നാട്ടുകാരുടെ കണക്കിൽ അത് വ്യഭിചാരം തന്നെയാണ്. അതുകൊണ്ടാണ് അംറൻ ഫരിയ്യ, ഷൈഅൻ ഫരിയ്യ, ഇത്രയും ഒരു വല്ലാത്ത അത്ഭുതമായല്ലോ നിന്റെ കാര്യം, എന്നെപ്പറ്റി ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര വലിയ മുത്തഖിയായി, എത്ര വലിയ വിശുദ്ധയായി ജീവിച്ചതാണ് നീ, എനിക്ക് എന്തു പറ്റി, എന്തേ നീ ഇങ്ങനെ? അതലക്ക ജയിത്തി ഷൈഅൻ ഫരിയ്യ. അപ്പൊ ഏതെങ്കിലും സാധാരണ സ്ത്രീയിൽ നിന്നുണ്ടാകുന്നത് പോലെയല്ല മറിയമിൽ നിന്ന് ഉണ്ടാകുന്നത്. അതാണ് അവർക്ക് അത്രയും വലിയ ഒരു അത്ഭുതം. ഇത്രയും ഒരു വിശുദ്ധമായ കുടുംബത്തിൽ പിറന്നിട്ട് എന്തുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നത് അവർ പറയുന്നു. അതാണ് പിന്നെ ഇബ്നു കസീറൊക്കെ പറഞ്ഞത്, മിൻ അഹ്ലി ബൈത്തി നുബുവ്വത്തിൻ വശറഫിൻ, പ്രവാചകത്വമുള്ള വീട്ടിൽ നിന്നാണ് അവർ വരുന്നത്.
വഷറഫിൻ എല്ലാത്തിനും സ്ഥാനമുള്ള വീട്ടിലെ കുട്ടിയാണ് അവർ. എന്നിട്ടും എന്തുകൊണ്ട് അവളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി? അപ്പൊ അത് അവർക്ക് വലിയ പ്രയാസകരമായി, വലിയ അത്ഭുതകരമായി അനുഭവപ്പെടുന്നു. അതാണ് ഖാലൂ യാ മർയമു ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ്യാ. അവർ പറഞ്ഞു, അല്ലയോ മറിയം, ലഖദ് ജിഅ്തി നിശ്ചയമായും നീ വന്നിരിക്കുന്നത് ശൈഅൻ ഫരിയ്യാ അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു കാര്യവുമായിട്ടാണല്ലോ, വല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ഒരു അതിശയമുള്ള കാര്യവുമായിട്ടാണല്ലോ നീ വന്നിരിക്കുന്നത്. എന്തു പറ്റിലേക്ക്, എന്തിനീ ഇങ്ങനായി എന്നൊക്കെ അവർ മറിയമിനോട് ചോദിക്കുന്നു. മാത്രവുമല്ല, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ്യ. യാ ഉഖ്ത ഹാറൂൻ, അല്ലയോ ഹാറൂനിന്റെ സഹോദരി. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി. മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിന്റെ പിതാവ് ഒരിക്കലും ഒരു മോശപ്പെട്ട ആളായിരുന്നില്ല. മാ കാന അബൂകി, നിന്റെ പിതാവായിരുന്നില്ല ഇംറഅ സൗഇൻ, ഒരു മോശപ്പെട്ട ഒരാളായിരുന്നില്ലല്ലോ. അല്ല വാപ്പയെന്നല്ലോ, എന്റെ വാപ്പ എന്തോട് നല്ല വാപ്പയെന്നു, എന്തേ പനിക്ക് പറ്റി എന്നവർ ചോദിക്കുന്നു. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി എന്ന വിളി, അത് എന്താണ് ഉദ്ദേശം? തഫ്സീറുകളിൽ ധാരാളം ചർച്ചകൾ ആ വിഷയത്തിലുണ്ട്. കൂടുതൽ മുഫസ്സിറുകൾ പറഞ്ഞതും പ്രബലമായി കണ്ടതുമൊക്കെ മൂസാ നബിയുടെ സഹോദരനായ ഹാറൂൻ ഇസ്ലാം തന്നെയാണ് ഉദ്ദേശമാണ്. ഇവിടെ ഹാറൂന്റെ ഉദ്ദേശം ആ ഹാറൂനാണോ മറ്റൊരു ഹാറൂനാണോ എന്നൊക്കെ ഉണ്ട്. പ്രധാനമായും 3 ചർച്ച വന്നത്. ഒന്ന്, ഹാറൂൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സന്താന പരമ്പരയിലാണ് ഇവരും ജനിച്ചിട്ടുള്ളത്. ഹാറൂൻ നബിയുടെയും മൂസാ നബിയുടെയും കുടുംബ പരമ്പരയിലാണ് ഇവരുള്ളത്. കാരണം ഈസാ നബിയും ഒക്കെ അതാണല്ലോ, ഇസ്രായേലിലാണ് അവർക്ക് വരുന്നത്. അപ്പൊ മൂസാ നബിയുടെ ആ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് മറിയം ബേബി. അപ്പൊ ആ നിലക്ക് അറബികൾക്ക് പതിവുണ്ട്, തങ്ങളുടെ പരമ്പരകളിൽ അറിയപ്പെട്ട ആളുകൾ, പ്രസിദ്ധരായ ആളുകൾ, വലിയ ആലിമുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ചേർത്തി കുട്ടികൾക്ക് പേരിടാറുണ്ട്. അത് നബിതങ്ങൾ തന്നെ പറഞ്ഞ ഒരു വിശദീകരണമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹാബി നജ്റാൻ ചെന്നപ്പോൾ നജ്റാനിൽ ഇവരെ ആക്ഷേപിച്ചുകൊണ്ട്, എന്താ പെങ്ങൾ ഇങ്ങനെ യാ ഉഖ്ത ഹാറൂൻ എന്നൊക്കെ ഓതുന്നത്, ഹാറൂൻ നബിന് അവിടുന്ന് എത്ര കാലം ഗ്യാപ്പുണ്ട് മറിയമ്മിന്റെ അടുത്തേക്ക്, അവിടെ ഖുർആൻ പറഞ്ഞത് ശരിയല്ല എന്ന് അവർ ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം നബിയോട് പറയുകയും, നബി തങ്ങൾ പറഞ്ഞെടുത്തുണ്ടായിരുന്നുവോ, അറബികളുടെ ശൈലിയാണല്ലോ അവിടെ പൂർവികന്മാരുള്ള നല്ല മനുഷ്യന്മാരേക്ക് ചേർത്തി വിളിക്കപ്പെടുക എന്നത്. അത് അറബികൾക്ക് എന്നുമുള്ളൊരു ശൈലിയാണ്. 4 വാപ്പ, 5 വാപ്പ, 6 വാപ്പ, 10 വാപ്പാര അപ്പുറത്തൊക്കെ ഉള്ള ആളിലേക്ക് ചേർത്തിട്ട് വരെ അവര് അറിയപ്പെടാറുണ്ട്. അത് ഇപ്പോഴും ഏകദേശം ആ ഒരു ശൈലി അവർക്കുണ്ട്. പലപ്പോഴും നേരെ വാപ്പയെ ചേർത്തിട്ടല്ല പറയുക. ഇപ്പൊ ഇമാം ഷാഫി തന്നെ, ഇമാം ഷാഫി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ 4ാമത്തെ പിതാവാണ് ഷാഫി. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദാണ്, വാപ്പാന്റെ പേര് ഇദ്രീസാണ്. 4ാമത്തെ വാപ്പയാണ് ഷാഫി. ആ വാപ്പയെ ചേർത്തിട്ടാണ് ഷാഫി എന്നറിയപ്പെടുന്നത് 4ാമത്തെ പിതാവിലേക്ക്. റിഫായി ഷെയ്ഖ് 7ാമത്തെ 8ാമത്തെ വാപ്പയാണ് റിഫാ. ആ റിഫായിക്ക് ചേർത്തിട്ടാണ് റിഫായി എന്ന് വിളിക്കപ്പെടുന്നത്. അഹമ്മദാണ് പേര് അഹമ്മദ്. 8ാമത്തെയോ 10ാമത്തെയോ പിതാവാണ് റിഫാ. അപ്പൊ ആ റിഫായിലേക്ക് ചേർത്തുകൊണ്ട് അഹമ്മദ് കബീർ അൽ റിഫായി എന്ന് വിളിക്കപ്പെടുന്നത്. ഇബ്നു തൈമിയുടെ പേര് അഹമ്മദാണ്, പാപ്പാന്റെ പേര് ഹലീമാണ്, അഹമ്മദ് ബിൻ അബ്ദുൽ ഹലീം. 4ാമത്തെ 5ാമത്തെ വല്ലിമ്മയാണ് തൈമിയ, വല്ലിമ്മ. ആ വല്ലിമ്മ ചേർത്തിലാണ് ഇബ്നു തൈമിയ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ അത് അറബികളുടെ ശൈലിയാണ്. തങ്ങളുടെ പരമ്പരകളിൽ ഏറ്റവും പ്രസിദ്ധരായ ആളുകൾ, അല്ലെങ്കിൽ ഇബാദത്ത് കൊണ്ട് ഇൽമ കൊണ്ട് അറിയപ്പെട്ട ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ചേർത്തിക്കൊണ്ട് അവരെ മക്കൾ, അവരെ പെങ്ങൾ, അവരെ സഹോദരൻ എന്നൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. അല്ല, ഹാറൂൻ നബിയുടെ പരമ്പരയിലാണ് വന്നത്. ഹാറൂൻ രണ്ടാളും ഉമ്മി മാപ്പി വ്യത്യാസം ഉണ്ടാവും. അല്ല, നേരല്ല, ഉമ്മി മാപ്പി ഒന്നല്ല, വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് യബ്ന ഉമ്മ. ഹാറൂൻ നബി ഇസ്ലാം മൂസാ നബിയെ വിളിക്കുമ്പോ യബ്ന ഉമ്മ, എന്റെ ഉമ്മയുടെ മകനെ എന്നാ വിളിച്ചത്. എന്റെ ഉമ്മയുടെ മകനെ, എന്റെ വാപ്പാനെ മോനെ വിളിച്ചിട്ടില്ല, എന്റെ ഉമ്മയുടെ മകനെ എന്നാണ് ഹാറൂൻ നബി മൂസാ നബിയെ വിളിക്കുന്നത്. അവ രണ്ടുപേരുടെയും ഉമ്മ ഒന്നാണ്, എന്നാൽ വാപ്പ വേറെയാണ്, ഉമ്മ ഒത്ത സഹോദരന്മാർ. അപ്പൊ ഹാറൂൻ നബിയുടെ വാപ്പയിലൂടെ വന്ന ആ പരമ്പരയിലാണ് ഇവരുള്ളത്. അതുകൊണ്ടാണ് യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി. ഞാൻ അല്ലെങ്കിൽ 2ാമത് ഒരു അഭിപ്രായം പറഞ്ഞത് ഹാറൂൻ നബി തന്നെ ഉദ്ദേശം. പക്ഷേ
ഇവരുടെ ഇബാദത്തും ഇവരുടെ വിശുദ്ധിയും കണ്ടിട്ട് അവരെന്ന് പറയുമായിരുന്നു, ഇവർ ഹാറൂൻ നബിനെ പോലെയാണ് എന്ന് പറയുമായിരുന്നു. ഹാറൂൻ നബിയുടെ പോലെ വിശുദ്ധിയുള്ള ഇബാദത്തുള്ളവരാണ് മറിയം എന്ന അർത്ഥത്തിൽ ഉഖ്തു ഹാറൂൻ എന്ന് അവരന്ന് പറയാറുണ്ടായിരുന്നു എന്നും കാണാം. ഇനി മറ്റൊരു അഭിപ്രായം ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് ആ കാലത്തുള്ള ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു ഹാറൂൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ജീവിച്ചിട്ടുള്ള ഒരു സ്വാലിഹായ മനുഷ്യൻ ഹാറൂൻ. അപ്പൊ ആ ഹാറൂനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് യാ ഉഖ്ത ഹാറൂൻ. ഇനി അതല്ല അന്നുള്ള ദുഷിച്ച ആളും ഒരു പേരുണ്ടായിരുന്നു എന്നും ചർച്ചകളുണ്ട്. അന്നത്തെ ദുഷിച്ച ഒരു മനുഷ്യനായിരുന്നു ഹാറൂൻ. എല്ലാ തെമ്മാടിത്തത്തിനും ഒരു ഉദാഹരണമായി പറയുന്ന ആള് ഹാറൂൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇതൊക്കെ കണ്ടപ്പോ വ്യഭിചരിച്ച് കുട്ടിയൊക്കെ ഉണ്ടായി വന്നപ്പോ ഇങ്ങനെയാണ് ഇതേ. അപ്പൊ അവിടെ ആക്ഷേപിച്ചുകൊണ്ടായിരിക്കാം യാ ഉഖ്ത ഹാറൂൻ. ഏതായാലും പ്രബലമായി പറഞ്ഞതും ഹദീസുകളോട് കൂടി യോജിക്കുന്നതും ഹാറൂൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് തന്നെയാണ് ഉഖ്തു ഹാറൂൻ എന്ന് പറയുന്നത്. അത് അറബികളുടെ ശൈലിയാണ്. നബി തങ്ങളെ കുറിച്ച് വിശദീകരണം അതാണ്. അവരങ്ങനെ പറയാറുണ്ട് എന്നാണ്. പിന്നെ പൂർവികന്മാരുള്ള പ്രധാനപ്പെട്ട ആളിലേക്ക് ചേർത്തിക്കൊണ്ട് അവരെങ്ങനെ പറയാറുണ്ട്, അവരുടെ ശൈലിയാണ് എന്ന ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് കൂടുതൽ പ്രബലമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും അവർ ആക്ഷേപ സ്വരത്തിൽ പറയുക യാ ഉഖ്ത ഹാറൂൻ, അല്ലയോ ഹാറൂന്റെ സഹോദരി. അറബികളല്ല, അറബികൾക്ക് പതിവുണ്ട്, അറബികൾക്ക് പതിവുണ്ട്. അപ്പൊ ആ പതിവ് അടിക്കാൻ വന്നും സ്വീകരിച്ചു പോകുന്ന അന്നുണ്ടായിട്ടുള്ളവാം. യാ ഉഖ്ത ഹാറൂൻ, അല്ലയോ ഹാറൂനിന്റെ സഹോദരി. മാ കാന അബൂകി ഇംറഅ സൗഇൻ, മാ കാന അബൂകി, നിന്റെ പിതാവ് ആയിരുന്നില്ല. മാ കാന ആയിരുന്നില്ല, കാന ആയി, മാ കാന ആയില്ല, ആയിരുന്നില്ല. അബൂകി നിന്റെ പിതാവ്, അറിയാലോ ഒക്കെ പഠിച്ച വാക്കാണ്. അബുൻ പിതാവ്, അബൂക്കി നിന്റെ പിതാവ്. ഇംറഅ സൗഇൻ, ഇംറ മനുഷ്യൻ, മർഇ ഇംറ മനുഷ്യൻ. ഇംറഅ സൗഇൻ, സൗഇ സൂഇ ഒരു ചീത്തയുടെ ആളായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ അങ്ങനത്തെ ഒരു മോശക്കാരനല്ലല്ലോ. എന്തപ്പോ ഇങ്ങനായിന്ന്, എൻ്റെ വാപ്പ എന്തോരം നല്ല വാപ്പയെന്നു. ആ വാപ്പാന്റെ മോൾ എന്തപ്പോ ഇങ്ങനെ ആയിരുന്നു. എൻ്റെ വാപ്പ ഒരിക്കലും മോശക്കാരായിരുന്നില്ല. മാകാന അബൂകി ഇംറഅ സൗഇൻ, എന്റെ വാപ്പ ഒരിക്കലും ഒരു മോശപ്പെട്ട ആളായിരുന്നില്ല. വമാ കാനത്ത് ഉമ്മുക്കി ബഗിയ, വമാ കാനത്ത് ഉമ്മുക്കി, നിന്റെ പിതാവും നിന്റെ മാതാവുമായിരുന്നില്ല. വമാ കാനത്ത് ആയിരുന്നില്ല, ഉമ്മുക്കി നിന്റെ ഉമ്മയുമായിരുന്നില്ല. ബഗിയ ഒരു തെമ്മാടിയായ പെണ്ണായിരുന്നില്ല, ഒരു വ്യഭിചാരിയായ തോന്നിവാസിയായ സ്ത്രീ ആയിരുന്നില്ല നിന്റെ ഉമ്മ. നിന്റെ വാപ്പയും മോശമല്ല, നിന്റെ ഉമ്മയും മോശമല്ല, നീ ആവട്ടെ ഹാറൂന്റെ സഹോദരിയുമാണ്. എന്നിട്ടും എന്തപ്പത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അവർ വല്ലാത്തൊരു അതിശയം, വല്ലാത്തൊരു അത്ഭുതവും വേദനയും എല്ലാം കൂടിയായുള്ള ആ കൗമിന്റെ പ്രതികരണമാണ്. സ്വാഭാവികമാണ്. അപ്പൊ നമ്മളായിട്ടായാലും സ്വാഭാവികമായി ഉണ്ടാവാം. അത്രയും നല്ല തറവാട്ട് പറഞ്ഞ, അത്രയും നല്ല വിശുദ്ധയായി ജീവിച്ച ഒരു പെണ്ണ് അവളിങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് വന്നൊക്കെയാണെങ്കിൽ സ്വാഭാവികമായും ആളുകൾ പറയുന്ന ഒരു പറച്ചിലാണ്. അപ്പൊ അവരത് തന്നെ പറഞ്ഞത്, നീ ഒരിക്കലും മോശക്കാരിയല്ലായിരുന്നു, എന്റെ വാപ്പി മോശമല്ലായിരുന്നു, ഉമ്മയും മോശമല്ലായിരുന്നു, പിന്നെയും എന്തേ നീ ഇങ്ങനെ ആയി. ഫഅശാറത്ത് ഇലൈഹി, ഫഅശാറത്ത് അപ്പോൾ അവർ ആംഗ്യം കാണിച്ചു. അശാറ ഇഷാറത്താക്കി, അശാറ ചൂണ്ടിക്കാണിച്ചു അർത്ഥം. സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇഷാറത്താക്കുക. ഒന്ന് ഇഷാറത്താക്കിയാൽ ചൂണ്ടിക്കാണിക്കുകയെങ്കിൽ ആംഗ്യം കാണിക്കുക, സൂചിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. അശാറ ഇഷാറ സാധാരണ ഇതിന് പറയും. പിന്നെ ട്രാഫിക്കിന് ഇഷാറ അതാണ് ഒരു സൂചനയാണ്, വണ്ടി പോകാനായി നിർത്താനായി എന്നൊക്കെയുള്ള സൂചന. അതുകൊണ്ടാണ് ഇഷാറ എന്ന് ഉപയോഗിക്കുന്നത്. അഷാറ മുഷാബറ ഇതിന്റെ മറ്റൊരു വാക്കാണ്. അഷാറ അല്ല, ഇത് ഷാബറയാണ്. സമാനമായ അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പദമാണത്. അപ്പൊ അഷാറ ചൂണ്ടിക്കാണിച്ചു, അല്ലെങ്കിൽ സൂചിപ്പിച്ചു. അഷാറ യുഷീറു, അഷാറ യുഷീറു ഇഷാറത്തുന്ന മസ്തർ വില. അഷാറ യുഷീറു ഇഷാറത്തുൻ. മറ്റേ ഷാബറ യുഷാബിറു മുഷാബറത്തുൻ, കൂടിയാലോചന. ഷാബറ ഇത് അഷാറ. അഷാറ യുഷീറു ഇഷാറത്ത്. അഷാറത്ത് അവൾ ചൂണ്ടിക്കാണിച്ചു, അവൾ ആംഗ്യം കാണിച്ചു. ഇലൈഹി ആ കുട്ടിയിലേക്ക് അവൾ ചൂണ്ടിക്കാണിച്ചു. നോമ്പാണല്ലോ, അല്ല പറഞ്ഞാണ് വർത്തമാനം പറയണ്ട, നോമ്പാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇനൊന്നും പറയേണ്ട കാര്യമില്ല. അഷാറത്ത് ഇലൈഹി
ആ കുട്ടിയേക്ക് അവൾ ആംഗ്യം കാണിച്ചത്. കുട്ടിയോട് ചോദിച്ചു നോക്കീൻ, ആ കുട്ടി പറയും കുട്ടിയോട് ചോദിച്ചോളൂ എന്ന മട്ടിൽ അവൾ കുട്ടിയിലേക്ക് ആംഗ്യം കാണിച്ചു. ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ. ഖാലു അവർ പറഞ്ഞു, കൈഫ നുകല്ലിമു ഞങ്ങൾ എങ്ങനെ സംസാരിക്കും, മൻ കാന ഫിൽ മഹ്ദി സബിയ്യ തൊട്ടിലിൽ കുട്ടിയായുള്ള ഒരുത്തനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും. അപ്പൊ അത് കുറച്ചുകൂടെ വലിയ അവരെ ഒന്നുകൂടെ ഒരു കുതിരയാക്കുന്ന രൂപത്തിലുള്ള അർത്ഥമാണ്. അങ്ങനെയാണ് തഫ്സീറൊക്കെ വരുന്നത്. അവർക്ക് അത് കൂടുതൽ ദേഷ്യമായി. കാരണം ഇതൊക്കെ ചെയ്ത് അവൾ ഗർഭമുണ്ടായി കുട്ടിയും കൊണ്ട് വന്നു. എന്നിട്ട് പിന്നെ ഇത് എന്താ വയ്ക്കുമ്പോൾ മുണ്ടില്ല, എന്നിട്ട് പറയാ കുട്ടിയോട് ചോദിക്കുന്നു. അപ്പൊ അത് അതിനേക്കാളും വലിയൊരു ധിക്കാരമായിട്ടാണ് അവർക്ക് തോന്നിയത് എന്ന് ഇമാം ഖുർത്തുബിയൊക്കെ എടുത്തു പറയുന്നത് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഫഅശാറത്തിലേഹി കുട്ടികൾക്ക് ആംഗ്യം കാണിച്ചു. അപ്പൊ അവര് ന്യായം, ഒരു ചെറിയ കുട്ടിയല്ലേ, ഇപ്പൊ പ്രസവിച്ചു വന്ന കുട്ടി, ആ കുട്ടിയോട് എന്ത് ചോദിക്കാനാണ്, കുട്ടിയോട് എങ്ങനെ സംസാരിക്കാനാണ്? സാധാരണഗതിയിൽ സാധ്യമല്ല. സാധാരണ ഒരു സമ്പ്രദായമില്ല, ആദത്ത് അസ്ബാബുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ജനിച്ചു വന്ന കുട്ടികൾ സംസാരിക്കുക എന്നുള്ളത് ഇല്ല. എന്നാൽ 3 കുട്ടികൾ ചരിത്രത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന ഹദീസ് കാണാം. അതിൽപ്പെട്ട ഒന്നാണ് ഈസാ നബി അലൈഹി സ്വലാം. നബി ഞങ്ങൾ പറഞ്ഞ ഹദീസുകളുണ്ട്, 3 കുട്ടികളാണ് തൊട്ടിൽ വെച്ച് സംസാരിച്ചവർ. അതിൽ ഒന്ന് ഈസാ അലൈഹി സ്വലാം, മറ്റത് ജുറൈജിന്റെ സംഭവം ഹദീസിൽ ഒന്നാണ്. ജുറൈജ് എന്ന സ്വാലിഹായ മനുഷ്യനെ പറ്റി വ്യഭിചാരോപണം ഉണ്ടാവുകയും അങ്ങനെ അവിടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവൾ പ്രസവിച്ചു, ജുറൈജാണ് അതിൻ്റെ ആള് എന്ന് അവൾ പറഞ്ഞു പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ജുറൈജ് അതിൻ്റെ ആളല്ലായിരുന്നു, ഉമ്മാന്റെ ദുആ കിട്ടിയതായിരുന്നു. ജുറൈജ് നിസ്കരിക്കുമ്പോൾ ഉമ്മ വന്നു വിളിച്ചു. അപ്പോൾ അവൾക്ക് വിളിക്കുത്തരം കേൾക്കാൻ കഴിഞ്ഞില്ല, അവൾ നിസ്കാരത്തിലാണ്. ജുറൈജ് ധാരാളമായി വിഭാഗത്തിൽ മുഴുകിയ ആളായിരുന്നു. ഒരു പിന്നെ പ്രത്യേകമായ സ്ഥലത്ത് കൂടി വിഭാഗത്തിൽ മുഴുകിയ മുൻഗാമികളായ ആൾ, ഈ ഉമ്മത്തിൽപ്പെട്ടതല്ല, മുൻഗാമികളായ സമുദായത്തിലുണ്ടായിരുന്ന ആൾ ജുറൈജ്. നബി ഞങ്ങൾ പറഞ്ഞ സ്വഹീഹ് ഹദീസ് വന്ന സംഭവമാണ്. അപ്പോൾ ഉമ്മ പലപ്പോഴായി ഉമ്മ വരുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ മോൻ നിസ്കരിക്കുകയാണ്. അപ്പോൾ വാതിൽ കൊടുക്കൂല. അവസാനം ഉമ്മാക്ക് അതിൽ വിഷമായി ഉമ്മ മോനെതിരായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടും അവിടുന്ന് പോയി. ആ പ്രാർത്ഥനാ ഫലമായിട്ടാണ് ഇതുണ്ടായതാണ്. ഉമ്മ പ്രാർത്ഥിച്ചു, പഠിച്ചോനെ എൻ്റെ മോനെ ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, അതുകൊണ്ട് ഒരു വേശ്യയുടെ അപമാനത്തിന് വിധേയമാക്കണേ എന്നാണ് ഉമ്മ പ്രാർത്ഥിച്ചത്. അതുണ്ടായി. പിന്നെ അങ്ങനെയാണ് ഒരു പെണ്ണ് അവിടെ വരികയും ജുറൈജ് വശീകരിക്കാൻ ശ്രമിക്കുകയും, പക്ഷെ ജുറൈജ് അതിലൊന്നും പ്രസബദ്ധരായില്ല. അവസാനം അവൾ ഒരു ആട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവൾ ഗർഭിണിയായി. അവൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു ഇത് ജുറൈജിന്റെ കുട്ടിയാണ്. അപ്പോഴേക്കും ആളുകൾക്ക് പാടാകെ ഇളകി. ജുറൈജ് വലിയ മുത്തക്കൈകൾ അവിടെ ഏത് നേരം നിസ്കാരവും ഈ ഭാഗത്തേക്ക് കൂടുതൽ പോലെ സ്വഭാവം എന്ന് പറഞ്ഞ ആകെ വന്ന വച്ചയുമ്പോഴും ജുറൈജിനെതിരെ ആക്ഷേപങ്ങളും ജുറൈജിനെ പ്രയാസപ്പെടുത്തലും എല്ലാം ഉണ്ടായി. അങ്ങനെയാണ് ആ കുട്ടി സംസാരിച്ചത്. ആ കുട്ടി പറഞ്ഞു, എൻ്റെ പിതാവ് ഇന്ന ആളാകുന്നു, റാഇ അൽ ഫുലാൻ, ഇന്ന ആട്ടിടയനാണ് എൻ്റെ പിതാവ് എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഒരു കറാമത്തായിട്ടാണ് അത് പൊതുവെ പണ്ഡിതന്മാർ എടുത്തു പറയുന്നത്. അപ്പൊ ആ കുട്ടിയാണ് തൊട്ടിൽ സംസാരിച്ച മറ്റൊരു കുട്ടി. അതേപോലെ അസ്ഹാബുൽ ഉഖ്ദൂദ് എന്നോട് പറഞ്ഞ ഖുത്ല അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാദിലാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് എന്ന് പറഞ്ഞ അവിടെ തീയിലേക്ക് എറിയപ്പെട്ട സമൂഹം, അവിടെ ചെറിയ കുട്ടിയെ കൊണ്ട് തീയിലേക്ക് പിന്നെ ചാടാൻ മടിച്ചു നിന്ന ഉമ്മ, ആ ഉമ്മയോട് ആ കുട്ടി പറഞ്ഞു, ഉമ്മ നിങ്ങൾ ചാടിക്കോ, നമ്മൾ ഹക്കിലാകുന്നു എന്ന് പറഞ്ഞ സംഭവം. ഈ 3 കുട്ടികളാണ് തൊട്ടിൽ വെച്ച് സംസാരിച്ചത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതാണ് ഇവരുടെ ചോദ്യം. കൈഫ നുകല്ലിമു ഖാലു, അവർ ചോദിച്ചു, അവർ പറഞ്ഞു, കൈഫ നുകല്ലിമു ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? നുകല്ലിമു കല്ലമ യുകല്ലിമു സംസാരിക്കുക, നുകല്ലിമു ഞങ്ങൾ സംസാരിക്കും. കൈഫ നുകല്ലിമു ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, മൻ ഒരുത്തനോട്, കാന അവനാണ്, ഫിൽ മഹ്ദി തൊട്ടിലാണ്. മഹ്ദ് തൊട്ടിൽ, മഹ്ദ് തൊട്ടിൽ ഖുർആനിൽ ധാരാളം ഉപയോഗിച്ച വാക്കാണ് മഹ്ദ്, മിഹാദ് ഒക്കെ. അലം നജഅലിൽ അർള മിഹാദ, മിഹാദ് തൊട്ടിൽ, മഹ്ദിന് ജമ്മാണ് മിഹാദ് തൊട്ടിൽ. മിനൽ മഹ്ദി ഇലൽ ലഹദി എന്നൊരു പ്രയോഗമുണ്ട്. മിനൽ മഹ്ദി ഇലൽ ലഹദി, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുകയാണ്. മിനൽ മഹ്ദി ഇലൽ ലഹദി, ലഹദ് കുഴിയാണ്, ഖബർ.
തൊട്ടിൽ മുതൽ ഖബർ വരെ. മലയാളത്തിൽ സാധാരണ പറഞ്ഞ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്നാണ്. അതെ അതെ, അതിന് അറബി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് മിനൽ മഹ്ദി ഇലൽ ലഹദി. ലഹദ് ഖബർ, കുഴിമാടം വരെ. ഇമാം അഹ്മദ് പറയും മഅൽ മഹ്ബറ ഇലൽ മഖ്ബറ. ഇമാം അഹ്മദ് എപ്പോഴും പറയുന്ന വാക്കാണ് മഅൽ മഹ്ബറ ഇലൽ മഖ്ബറ. അതായത് ഇമാം അഹ്മദ് നടന്നു പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മഷിക്കുപ്പിയും പെണ്ണുണ്ടാവുന്നതാണ്. അന്ന് മറ്റേ പെണ്ണാണോ, ഈ പെണ്ണുണ്ടാവില്ല, അങ്ങനെ കുത്തിയിട്ട് എഴുതണം. ആ മഷിക്കുപ്പിയും പേനയുമായിട്ട് എപ്പോഴും നടക്കുക. എപ്പോൾ എവിടുന്ന് എന്ത് കിട്ടിയാലും അപ്പോൾ എഴുതിയെടുക്കാൻ. ഒരു ഹദീസ് എഴുതാൻ കിട്ടും, ഒരു ഇൽമ എഴുതാൻ കിട്ടി, അപ്പോൾ എഴുതിയെടുക്കാൻ വേണ്ടി എപ്പോഴും അദ്ദേഹം ഒരു മഷിക്കുപ്പിയും പേനയുമായി നടക്കുക. അപ്പം എന്താ ചോദിച്ചാൽ, എന്താ ഇപ്പം നിങ്ങളിങ്ങനെ എത്ര വലിയ ആര്യമായി, ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതാണോ, എന്തിനാ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്? അപ്പം അദ്ദേഹം മറുപടിയാണ് മഅൽ മഹ്ബറ ഇലൽ മഖ്ബറ. മഅൽ മഹ്ബറ, ഈ എഴുതാനുള്ള സംവിധാനം. മഹ്ബറ ശരിക്കും മഷിക്കുപ്പിയാണ്. മഷിക്കുപ്പിയോടൊപ്പം ഇലൽ മഖ്ബറ, മരിച്ച ഖബറിക്കത്ര വരെ ഇങ്ങനെ പോകണമെന്നാണ് ആഗ്രഹം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ. ഫഖാലു, അവർ പറഞ്ഞു, കൈഫ നുകല്ലിമു, ഞങ്ങൾ എങ്ങനെ സംസാരിക്കും, മൻ കാന ഫിൽ മഹ്ദി, തൊട്ടിലുള്ളവനോട്, സ്വബിയ്യ, കുട്ടിയായിക്കൊണ്ട് തൊട്ടിലുള്ളവരോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കുവാനാണ് എന്ന് അവർ അതിന് പ്രതികരിച്ചു. അപ്പൊ മറിയം മിണ്ടുന്നില്ല, നോമ്പാണ് എന്ന് പറഞ്ഞു. പകരം കുട്ടിയോട് ചോദിക്കാം, കുട്ടി പറയട്ടെ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത് അവരൊരു പരിഹസിക്കുന്ന രൂപത്തിലാണ് അവർക്ക് തോന്നിയത്. അതാണ് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്, മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യ, ഈ തൊട്ടിലിൽ കുട്ടിയായി കിടക്കുന്ന ആളോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാൻ എന്നവർ അതിന് പ്രതികരിക്കുകയും ചെയ്യുന്നു. അടുത്ത ആയത്ത് മുതൽ ആ കുട്ടി സംസാരിച്ചതാണ് പിന്നെ പറയുന്നത്. കുട്ടി സംസാരിച്ചു, കാര്യങ്ങളൊക്കെ കുട്ടി വെളിപ്പെടുത്തി. അതോടുകൂടിയാണ് അവരെ പറ്റിയുള്ള ഈ തെറ്റിദ്ധാരണ അവർക്ക് മാറിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് പൂർത്തിയാക്കാം. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا سبحانك اللهم